ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും കൂടുതൽ നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഉള്ള ഫണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ വാക്യമേ ഉള്ളൂ, നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട്. 8 ഒക്ടോബർ 1995, അതായത് 29 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഈ മിഡ് ക്യാപ് ഫണ്ടിൻ്റെ ഇന്നത്തെ നെറ്റ് അസറ്റ് വാല്യൂ 4195 രൂപയാണ്. അതായത് 1995 ഏകദേശം 29 വർഷങ്ങൾക്ക് മുന്നേ ഈ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ടിൽ 10,000 രൂപ നിക്ഷേപം നടത്തിയ ഒരു വ്യക്തിയുടെ ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 40,51,000 രൂപയാണ്. അഥവാ 1,00,000 രൂപയാണ് നിങ്ങൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ആ ഫണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4,19,50,000 രൂപയാണ്. ഇതേപോലെയുള്ള റിട്ടേൺസ് ഒരു സാധാരണക്കാരന് ചിന്തിക്കാവുന്നതിലും അധികമാണ്. 1995 മുതൽ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തി കണ്ടിന്യൂ ചെയ്യുന്ന എത്ര വ്യക്തികളുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും 2007 മുതൽ ഞാൻ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ ഫണ്ടിൽ നിന്ന് എത്ര ഇരട്ടി റിട്ടേൺസ് ആണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഒരു പ്രസൻറ്റേഷൻ മുഖാന്തരം നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ്പ് ഫണ്ട് കാറ്റഗറിയിൽ നല്ലൊരു പെർഫോമൻസ് നൽകുന്ന ഒരു ഫണ്ടാണ്. പക്ഷേ റീസെൻ്റായിട്ട് ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് മറ്റുള്ള മിഡ് ക്യാപ്പ് ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്നില്ല എങ്കിൽ തന്നെയും കഴിഞ്ഞ 29 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു റിട്ടേൺസ് കൊടുത്ത ഒരു ഫണ്ടാണിത്. ഈ ഫണ്ടിൻ്റെ സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺസ് ഏകദേശം 23% വരും. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺസ് ഏകദേശം 29%, 3 വർഷത്തെ CAGR ഏകദേശം 27%, കഴിഞ്ഞ ഒരു വർഷത്തെ ഇതിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 36%. മറ്റു ചില മിഡ് ക്യാപ്പ് ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഈ ഒരു വർഷത്തെ പെർഫോമൻസിൽ ഈ നിപ്പോൺ ഇന്ത്യ ഫണ്ടിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് ഏകദേശം 10-ൽ താഴെയാണ്. കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയിൽ ഈ മിഡ് ക്യാപ്പ് ഫണ്ടുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. മിഡ് ക്യാപ്പ് ഫണ്ട് കാറ്റഗറിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നൽകിയ ഫണ്ട് മോട്ടിലാൽ ഒസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ടാണ്, ഏകദേശം 62%. പക്ഷേ ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏകദേശം 37%. ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 40ഓളം മിഡ് ക്യാപ്പ് ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ കാറ്റഗറിയിൽ തന്നെ ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 29 വർഷത്തെ പെർഫോമൻസ് ഹിസ്റ്ററി ഈ ഫണ്ടിന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന BSE സെൻസെക്സ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ഈ ഫണ്ട് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ഇയറിലെ തന്നെ കേസ് എടുത്ത് നോക്കിയാൽ BSE സെൻസെക്സ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് 20%-ഓളം റിട്ടേൺസ് നൽകിയപ്പോൾ ഈ ഫണ്ട് ഏകദേശം 37%-ഓളം റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതേപോലെ 1995, അതായത് സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ BSE സെൻസെക്സ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ഏകദേശം 13%-ഉം ഈ ഫണ്ട് ഏകദേശം 23%-ഓളം റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ ഇതൊരു മിഡ് ക്യാപ്പ് ഫണ്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള മിഡ് ക്യാപ്പ് കമ്പനികളിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുന്നത്. നിങ്ങളെ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനലൈസ് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട് ഒരു ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള MFPയുടെ സഹായത്തോടെ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഫണ്ടുകളിൽ ഇപ്പോൾ നിക്ഷേപം നടത്തുന്നതോ അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന സീരിയസ് ആയിട്ടുള്ള വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് ഏകദേശം 1200-ൽ കൂടുതൽ വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് ശ്രമിക്കുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. കഴിഞ്ഞ 29 വർഷം കൊണ്ട് ഈ ഫണ്ടിലുള്ള നിക്ഷേപം ഏകദേശം 420 ഇരട്ടിയായി. ഇത് ഈ ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് ആണ്. ഇതേപോലെയുള്ള വീഡിയോകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്
അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം ഇതുവരെയായിട്ടും നടത്തിയിട്ടില്ലാത്ത ആളുകൾ, അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും സ്വന്തമായിട്ടുള്ള തീരുമാനപ്രകാരം നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികൾക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യുന്നതിനും അതോടൊപ്പം നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനും അതിലുപരിയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലും ക്യാപിറ്റൽ മാർക്കറ്റിലും മറ്റും നിക്ഷേപം നടത്തിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്നത്. 29 വർഷം മുന്നേ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് 420 ഇരട്ടിയോളം റിട്ടേൺസ് കിട്ടി എന്നുള്ള കാരണത്താൽ ഈ ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുവാൻ പാടില്ല. ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം മ്യൂച്വൽ ഫണ്ടുകളിലും ക്യാപിറ്റൽ മാർക്കറ്റിലും നിക്ഷേപങ്ങൾ നടത്തിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഇതിൻ്റെ റിസ്ക് റേഷ്യോയെക്കുറിച്ചും അതോടൊപ്പം തന്നെ 2007 മുതൽ ഞാൻ ഈ ഫണ്ടിൽ നടത്തിയ നിക്ഷേപത്തിന് എത്ര ഇരട്ടി ലാഭം എനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒരു പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു വർഷം ഈ ഫണ്ട് നൽകിയിരിക്കുന്നത് 36% റിട്ടേൺസ് ആണ്. പക്ഷേ അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ BSE സെൻസെക്സ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് 20% റിട്ടേൺസ് നൽകിയിട്ടുള്ളൂ. ഈവൻ നമ്മൾ 3 വർഷത്തെ പീരീഡ് 5 വർഷത്തെ പീരീഡ് സിൻസ് ഇൻസെപ്ഷൻ നോക്കിയാലും ബെഞ്ച് മാർക്ക് റിട്ടേൺസിനേക്കാളും കൂടുതലായിട്ടുള്ള റിട്ടേൺ, അതായത് ഒരു ആൽഫ ഈ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സിൻസ് ഇൻസെപ്ഷൻ, അതായത് 1995 ഡിസംബർ മുതൽ നോക്കിയാലും ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 12% റിട്ടേൺസ് കൊടുത്തപ്പോൾ ഈ ഫണ്ട് ഏകദേശം അതിൻ്റെ ഇരട്ടി റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്, ഏകദേശം 23%. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ 1 ലക്ഷം രൂപ ഈ ഫണ്ടിൽ 1995 ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 4,19,50,000. ഏകദേശം 420 ഇരട്ടി ലാഭമാണ് ഈ നിക്ഷേപത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. നമ്മളായിട്ട് എടുത്താൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 1 ലക്ഷം രൂപ ഏതെങ്കിലും ബാങ്കുകളിൽ FDയിൽ 8% ഒന്നും നമുക്ക് FDയിൽ നിന്ന് കിട്ടില്ല. അഥവാ 8% തന്നെ അസ്യൂം ചെയ്ത് ഈ 25 വർഷക്കാലത്തേന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന എമൗണ്ട് അല്ലെങ്കിൽ മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 7,80,000 രൂപയാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫണ്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 4,19,50,000 രൂപയാണ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക്. 1995 ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. 2007 ഈ ഫണ്ടിൽ നടത്തിയിരിക്കുന്ന 30,000 രൂപയുടെ ഒരു നിക്ഷേപം ഇന്ന് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 4,70,000 രൂപയാണ്. ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റിട്ടേൺസ് ഏകദേശം 1500%. ഇത് റിയൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽ ആണ്. ഇത് MF സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ ഈ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ടിൽ നടത്തിയിരിക്കുന്ന 50,000 രൂപ നിക്ഷേപത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം 6,50,000 രൂപയാണ്. ഏകദേശം 14 വർഷം കൊണ്ട് 1196% റിട്ടേൺസ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതേപോലെ നിപ്പോൺ ഇന്ത്യ വിഷൻ ഫണ്ട് അതിൽ നടത്തിയിരിക്കുന്ന 20,000 രൂപ നിക്ഷേപം ഇന്ന് ഏകദേശം 1,70,000 രൂപയായി. അത് 748% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഞാൻ ഈ ലൈവ് എക്സാമ്പിൾ നിങ്ങളെ ഇവിടെ കാണിച്ചതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിളിൽ 2007 നടത്തിയ വെറും 30,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഇന്ന് ഏകദേശം 4,70,000 രൂപയാണ്. ഏകദേശം 1500%-ഓളമാണ് ഇതിൽ കിട്ടിയിരിക്കുന്ന ആബ്സല്യൂട്ട് റിട്ടേൺസ്. ഇതിൽ ഏറ്റവും കൂടുതൽ NAV ഉള്ള ഫണ്ടും ഇതാണ്. 10 രൂപയ്ക്ക് 1995 സ്റ്റാർട്ട് ചെയ്ത ഫണ്ട് ഇന്ന് അതിൻ്റെ NAV എന്ന് പറയുന്നത് ഏകദേശം 4,161 രൂപയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ 3 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ റിട്ടേൺ ഈ ഫണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വേറെ മിഡ് ക്യാപ്പ് ഫണ്ടുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിച്ചിരുന്നതാണ്. ഈ നിപ്പോൺ ഇന്ത്യ മാനേജ് ചെയ്യുന്നത് ഏകദേശം 34,584 കോടി അസറ്റാണ്. ഇതിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ 1.59% വരുന്നുണ്ട്. ഇത് കുറച്ച് ഒരു അപ്പർ സൈഡിലാണ് ഈ എക്സ്പെൻസസ് റേഷ്യോ. ഈ ഫണ്ടിൻ്റെ റിട്ടേൺസ് കഴിഞ്ഞ ഒരു വർഷം 33%, കാറ്റഗറി ആവറേജ് ഏകദേശം 34%. 3 വർഷത്തെ കാറ്റഗറി ആവറേജ് 24%, പക്ഷേ ഈ ഫണ്ട് 27% കൊടുത്തിട്ടുണ്ട്.
5 വർഷത്തത് 27%, ഫണ്ട് 30% കൊടുത്തിട്ടുണ്ട്. ഈ ഫണ്ടിൻ്റെ റിട്ടേൺ സ്കോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 വർഷത്തിന് 27.75, ഇതിൻ്റെ ആൽഫ 2.77% ആണ്, ബീറ്റ 0.9 ആണ്. ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവലാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 14.65%. ഈ ഫണ്ടിൻ്റെ പി റേഷ്യോ ഏകദേശം 63.98 കാണിക്കുന്നത്. ഇത് കുറച്ചൊരു ഹയർ സൈഡിലാണ്. ഫണ്ടിൽ 95% ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളത് ഡെറ്റിലും അതർ അസറ്റ്സിലും. മിഡ് ക്യാപ്പിൽ ഏകദേശം 71%, സ്മോൾ ക്യാപ്പിൽ 20%, ലാർജ് ക്യാപ്പിൽ ഏകദേശം 8% ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പല കാറ്റഗറിയിലുള്ള കമ്പനികളിൽ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ ദീർഘകാലത്തേക്ക് നടത്തുന്ന നിക്ഷേപങ്ങൾ നമുക്ക് ബെനിഫിഷ്യൽ ആകുന്നതും അതോടൊപ്പം തന്നെ മറ്റുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, അതേപോലെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു റിട്ടേൺസ്, ഇതൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റിട്ടേൺസ് അല്ല, അതിനേക്കാളും ഉപരിയായിട്ടുള്ള ഒരു റിട്ടേൺസ് ഇതേപോലെയുള്ള നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ നേടിക്കൊടുത്തിരിക്കുന്നതെന്ന്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ട് ഇത്രയൊക്കെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തിയാൽ ഫ്യൂച്ചറിൽ ഇതേപോലെയുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല. ഇത് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് കണക്കാക്കരുത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒട്ടനവധി മിഡ് ക്യാപ് ഫണ്ടുകളും പല കാറ്റഗറിയിൽപ്പെട്ട ഫണ്ടുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനുസരിച്ച്, നിങ്ങളുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസിസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഫണ്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതിന് എപ്പോഴും ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായമോ ഉപദേശമോ തേടുന്നത് നന്നായിരിക്കും. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.